ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അഥവാ സമാന്തര ശ്രേണിയിലെ അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. 20, 23, 26 എന്ന സമാന്തര ശ്രേണിയുടെ എത്രാമത്തെ പദമാണ് 317 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 317 ഈ ഒരു സമാന്തര ശ്രേണിയിൽ എത്രാമത്തെ പദമാണ്? 99ാമത്തെ പദമാണോ, അതോ 100ാമത്തെ പദമാണോ, അതോ 90ാമത്തെ പദമാണോ? അതാണ് നമ്മളോട് ചോദിക്കുന്നത്. വെച്ചാൽ n ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏതാണ് കാണേണ്ടത്? n ആണ് നമുക്കിവിടെ കാണേണ്ടത്. അപ്പോൾ n കാണാനായിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ സമാന്തര ശ്രേണിയിലെ അവസാനത്തെ പദം ഏതാണോ അത് എടുക്കുക, മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. ഓക്കെ അല്ലേ? അപ്പം n കാണാനുള്ള ഫോർമുല എന്താണ്? അവസാനത്തെ പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. അപ്പം അതനുസരിച്ച് നമുക്കിവിടെ ചെയ്യുമ്പോൾ അവസാനത്തെ പദമായിട്ട് എടുക്കേണ്ടത് ഏതാണ്? നമുക്ക് തന്നിട്ടുള്ള നമ്പറാണ് അവസാനത്തെ പദമായിട്ട് കാണേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ അവസാനത്തെ പദം 317 മൈനസ് ആദ്യ പദം ഏതാണ്? 20 അല്ലേ? അപ്പൊ -20 ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം കാണാൻ പറഞ്ഞ പൊതുവ്യത്യാസം നമ്മൾ d എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത് അല്ലേ? പൊതുവ്യത്യാസം കാണാൻ പറഞ്ഞാൽ രണ്ടാം പദം മൈനസ് ആദ്യ പദമാണ്. അപ്പം രണ്ടാം പദം 23 ആണ്, -20 എത്ര കിട്ടും? ഡിഫറൻസ് 3 കിട്ടും. സോ ഡിവൈഡഡ് ബൈ 3 പ്ലസ് ആരും കൂടെ ഉണ്ട്, 1 കൂടെ ആഡ് ചെയ്യണം. ഓക്കെ അല്ലേ? പ്ലസ് 1. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാം. ഇതിൽ ആദ്യം ചെയ്യേണ്ടത് 317 മൈനസ് 20 ചെയ്തിട്ട് അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത വാല്യൂ വേണം 1 കൊണ്ട് ആഡ് ചെയ്യാനായിട്ട്. ഓക്കെ അല്ലേ? ഇപ്പൊ 317 20 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 297 എന്ന് കിട്ടും. അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം 1 ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ആൻസർ ആവും. അപ്പൊ 297 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 99 എന്ന് കിട്ടും. പ്ലസ് 1 ചെയ്യുമ്പോൾ എന്നിന്റെ വാല്യൂ എത്ര എന്ന് കിട്ടി? 100 എന്ന് കിട്ടി അല്ലെ? 100 എന്ന് കിട്ടി. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ. അപ്പോൾ ഈ ഒരു ഫോർമുല എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. n കാണാനുള്ള ഫോർമുല അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം. ഇത് ആദ്യം ചെയ്തതിന് ശേഷം ഇതിന്റെ ഉത്തരത്തിന്റെ കൂടെ എന്ത് ചെയ്യുക? 1 ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്നിന്റെ വാല്യൂ കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്